കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക് ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2ൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡാണ് ഫിനാലെ. ഇത് എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഒരു ഞെട്ടിക്കുന്നതും അതേപോലെ തന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസാണെന്ന് അറിയാം. പക്ഷേ റീസെൻ്റ്ലിയാണ് ഞാനും ആ സത്യം മനസ്സിലാക്കിയത്. ആൻഡ് ചാപ്റ്റർ 68 സീസൺ 2ൻ്റെ ഫൈനൽ ചാപ്റ്റർ. ഇത്തവണ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. 21 ചാപ്റ്റേഴ്സ് മാത്രമേ സീസൺ 2വിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മിനിമം എങ്ങനെ നോക്കിയാലും 40-45 ചാപ്റ്റേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്തവണ അവർ സീസൺ 2ൻ്റെ ഫിനാലെ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോളോ ലെവലിങ്ങിൻ്റെ ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കാറുണ്ട്. ഇനി എങ്ങനെ പോയാലും മെയ്, ജൂൺ, ജൂലൈ ഈ സമയത്തായിരിക്കും സീസൺ 3 ഒഫീഷ്യലി റിലീസ് ആകാനായിട്ട് പോകുന്നത്. സോ ആ സമയത്ത് നമ്മൾ എന്തായാലും ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്ന നല്ലൊരു കിഡ്ലൻ ചാപ്റ്ററാണ്. എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ സൂഹമായിട്ട് അവൻ്റെ കൈ ചോടിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്തെ തന്നെ പിപ പറയുന്നുണ്ട്, ഗിരാങ്ക ഇത്ര പെട്ടെന്ന് തോറ്റോ? നമ്മൾ ഷാഡോ ഡിസൈനിനെ ശരിക്കും കുറച്ചാണ് കണ്ടത്. അവൻ ശരിക്കും ഫാസ്റ്ററായിരുന്നു. നമ്മൾ വിചാരിച്ചതിൽ കേട്ടും ഫാസ്റ്റർ. ഹോഹോ എന്ന് വിളിച്ചുകൊണ്ട് സിർക്കാട്ടെ പെട്ടെന്ന് കരയുന്നുണ്ട്. നീ അടങ്ങിയിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു നമ്മുടെ ആർഷ അവളൊരു അറ്റാക്ക് ചെയ്തത്. സിർക്ക നീ പേടിക്കണ്ട, അവൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഫ്രോസ്റ്റിൻ്റെ ഡിസൈനിനെ ഞാനൊന്ന് ഉറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രോസ്റ്റിൻ്റെ ഡിസൈനോ? അപ്പോൾ സിർക്കായിരിക്കോ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റിൻ്റെ ഡിസൈൻഡൻ? അല്ല, അത് മാത്രമല്ല, ഇവർക്ക് എങ്ങനെയാണ് മൊണാക്സിൻ്റെ ബാക്കിയുള്ള ഡിസൈനിനെ എക്സ്റ്റൻസിനെ പറ്റി അറിയാവുന്നത്? ഇവരാരൊക്കെയാണ്? നിങ്ങൾ വാർ ഓഫ് ദി മൊണാക്സിൻ്റെ സർവൈവേഴ്സാണോ? സർവൈവേഴ്സോ? അത് കൊള്ളാലോ. ഞങ്ങൾ ആ വാർ കാരണം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കുറച്ചധികം ആൾക്കാരാണ്. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും മൊണാർക്സിൻ്റെ ഡിസെൻഡൻസ് തന്നെയാണ്. ഈ സമയത്ത് പെട്ടെന്നായിരുന്നു ഗ്രാങ്ക നമ്മുടെ തൻ്റെ തൊട്ട് പുറകിൽ വന്നിട്ട് അവനൊരു കിഡ്ലൻ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. ഇവൻ്റെ കൈ രണ്ടും ഞാൻ ഒടിച്ചതാണ്. പിന്നെ എങ്ങനെ? ഈ സമയത്ത് തന്നെ ആർഷയെ നമ്മുടെ സോഹൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതാട്ടാ മാസീവ് ആളുടെ അറ്റാക്ക് തന്നെയായിരുന്നു. ഗ്രാഗ, ഈ ഫൈറ്റിൽ ഞാനും നിൻ്റെ കൂടെയുണ്ട്. നമുക്ക് എന്തായാലും പിപ്പയ്ക്ക് ആവശ്യമായ സമയം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവൻ ആ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ സമയത്ത് തന്നെ സുഹോൻ്റെ ആ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അത് വീണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് കൊള്ളാം, കോസ്റ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ബാക്കിയുള്ള ഡിസൈനിനെ ഞാൻ ഇവിടെ വെച്ച് കാണുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതെന്തായാലും നന്നായില്ലേ? യങ് മൊണാർച്ച് 3 പേരെ പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? കണ്ടുപിടിക്കേണ്ടി വന്നില്ലല്ലോ. പക്ഷേ ഇവരെൻ്റെ കമ്പനിയൻസ് ആകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെന്താ, അങ്ങോട്ട് ഇടിച്ച് നശിപ്പിച്ചേക്കണം. അങ്ങനെ പതുക്കെ അവർ തന്നെ ആയിക്കോളും. ഈ സമയത്ത് തന്നെ ഗ്രാങ്കായിട്ട് നമ്മുടെ സുഹോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡ് ഒന്ന് കണ്ണ് ചിമ്മുന്ന ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അവനെ കമ്പിളി സുഹ വീണ്ടും അറുത്ത് മുറിച്ച് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് ആർഷ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സുഹമായിട്ട് അത് ഡോട്ട് ചെയ്ത് മാറും. നീയല്ലേ ബക്സിനെ യൂസ് ചെയ്യുന്നത്, അതിനർത്ഥം നീ ഒരു റേഞ്ചർ അറ്റാക്കർ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു ആ ബക്സ് ഒരു ഗേറ്റിലൂടെ കടന്ന് സുഹോൻ്റെ തൊട്ടടുത്ത് വന്ന് വീണ്ടും അവനെ അറ്റാക്ക് ചെയ്തത്. അവനൊട്ടും അത് പ്രതീക്ഷിച്ചില്ല. അല്ല, ഈ അറ്റാക്ക് സൈഡിൽ നിന്നാണല്ലോ വന്നത്. വിപ്പ നൈസ് വർക്ക്. പിന്നല്ല ആ ഒരു ഗേറ്റ് അത് ആ കൊച്ചിൻ്റെ എബിലിറ്റി ആണല്ലേ. ഇതേ സമയം തന്നെ വീണ്ടും ഗ്രാങ്ക അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, അവൻ വീണ്ടും എഴുന്നേറ്റിരിക്കുന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ. എന്തായാലും ഇവരെ 3 പേരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സിർക്കാനെ രക്ഷിക്കുന്നത് അതെന്തായാലും കുറച്ച് പാടുപെട്ട കാര്യമായിരിക്കും. യങ് മൊണാർച്ച് പെട്ടെന്നാണ് ആ സൗണ്ട് അവൻ കേട്ടത്. അല്ല, ഇത് ഇസലിൻ്റെ വോയിസ് അല്ലേ? ഞങ്ങൾ അവിടേക്കേക്ക് ഞാനും ഗ്രേയും കൂടെ താങ്കളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനും അപ്പുറമാണ്. യങ് മൊണാർച്ച് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യൂ, ഇത് ഓക്കെയാണ്. താങ്കൾക്കും താങ്കളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന കമ്പാനിയൻസിനല്ലേ ആവശ്യം. അതുകൊണ്ടാണ് പറയുന്നത്, താങ്കൾ എവിടേക്ക് അയക്കാൻ നോക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, 2 പേരും ഓവർ സ്ട്രെയിൻ എന്ന് എടുക്കലെന്ന് പറഞ്ഞിട്ട് സുഹാട്ടെ ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ഗ്രേയും ഇസലും കൂടെ നമ്മുടെ ആർഷയുടെ നേരെ പോവുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, അവസാനം നമ്മുടെ സമയമായിരിക്കുന്നു ഗ്രേ. പിന്നല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ 2 പേരും നേരെ മുന്നിലേക്ക് പോകുകയാണ്. സോ ബാക്കിയുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ? എന്തായാലും നന്നായി, നിങ്ങളെ എല്ലാവരും ഞാൻ ഇവിടെ കൊണ്ട് പിടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവളായിട്ട് ഒരു ലോങ് റേഞ്ച് അറ്റങ്ങടി ചെയ്യും. ഇസിൽ, ഗ്രേ നിങ്ങൾ ഓക്കെ അല്ലേ? യങ് മൊണാർച്ച് ഞങ്ങളെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. സോ യങ് മൊണാർച്ച് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒപ്പോണൻസ് ഏകദേശം ഈ ലെവലായിരിക്കുമല്ലേ. ഇവർ ശരിക്കും സ്ട്രോങ്ങർ ആണ്. എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. യങ് മൊണാർച്ച് ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചത് ഈ ഫൈറ്റിൽ ഞങ്ങൾ ജയിക്കാനായിട്ടല്ല, പകരം ഈ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്യാനായിട്ടാണെന്നാണ്. പക്ഷേ പിന്നെയാണ് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമുണ്ടായത്.
ആർഷയുടെ ബഗ്സ് എല്ലാം പെട്ടെന്ന് മരിക്കാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല ഒരു വെളുത്ത മുടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കാണാൻ നിർത്തി എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നെന്ന് പറഞ്ഞിട്ട് ഇസിലെങ്കിലെയും അവർ ആ ഒരു ബോൺ സ്കില്ല് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത്, അവർ രണ്ടുപേരും ആ ഒരു ബീസ് പൊസിഷൻ സ്കില്ല് യൂസ് ചെയ്തോ? ഒരു ബോൺ സ്കില്ല് എങ്ങനെ അറച്ച്? ഇത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ബോൺ സ്കില്ലുള്ള ഡീമൺ സ്ട്രൈക്ക് അങ്ങോട്ട് യൂസ് ചെയ്തുകൊണ്ട് ആർഷയുടെ ഒട്ടുമിക്ക എല്ലാ ബഗ്സിനെ നിസ്സാര സമയം കൊണ്ട് തന്നെ അവൾ ഡിഫീറ്റ് ചെയ്തു. അതുമാത്രമല്ല ആർഷയുടെ ഒരു കാതിൻ്റെ സൈഡും അവൾ കുത്തിയിറക്കി. എന്നിട്ട് നേരെ പോയി അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ആ ഒരു ബീസ് പൊസിഷൻ ഡീആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രേ ആയിട്ട് അവളുടെ പുറകിലേക്ക് ചാടിയിട്ടുണ്ട്. കോബ് കയ്യിൽ നിന്ന് പോയല്ലോ. ഈ സമയത്ത് തന്നെ പിപ്പയായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനവിടെ എക്കണെന്ന് കാറുന്നുണ്ട്. അയ്യോ എന്നെ അറ്റാക്ക് ചെയ്യില്ലേ, എനിക്ക് ഫൈറ്റ് ചെയ്യുന്ന അറിയാമല്ലെന്ന് പറഞ്ഞ് കാറുന്നുണ്ടെങ്കിൽ ഗ്രേ അതൊന്നും മൈൻഡ് ചെയ്ത് സിർക്കനെ കടിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. ഗ്രേ ഗുഡ് ജോബ്, ഞങ്ങളാ പേടിക്കണ്ട, ആ ചൈൽഡ് സെക്യൂർ ആയിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. നിങ്ങൾ ബോൺ സ്കിൽ യൂസ് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാണല്ലോ. ബോൺ സ്കില്ലോ? അത് നിന്റെ സിസ്റ്റത്തിന്റെ പ്രിവിലേജ് ആണോ? എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇസേലിന്റെ ശരീരത്തിന്റെ അകത്തൂടെ അവളൊരു അറ്റാക്ക് കുത്തിയിറക്കുന്നുണ്ട്. ഇത് കണ്ട സുഹോ ഞെട്ടിത്തെറിച്ചു പോയി. എനിക്ക് മനസ്സിലായി, നിങ്ങളാരും എന്നെ കമ്പയറൻസ് ആക്കാനായിട്ട് എൻ്റെ സിസ്റ്റം പറയുന്നില്ല. അതിനർത്ഥം നിങ്ങളാരും എനിക്ക് വേണ്ടതല്ലേ. നീയൊക്കെ ചാകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഗ്രാഗ അവളുടെ മുകളിൽ കൂടെ തെറിച്ചു പോകുന്നത് അവൾ ശ്രദ്ധിച്ചത്. ഷാഡോ ഡിസെൻഡന്റ്, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് തിരിഞ്ഞ നെക്സ്റ്റ് സെക്കൻഡ് അവളുടെ ആ ഒരു വാല് മുറിഞ്ഞ് സുഹോ തൊട്ട് പുറകിൽ വന്ന് നിപ്പോണ്ട്. ഐറ്റം വിൻഡോ. എന്നിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ അന്ന് ഒരു ഹീലിംഗ് പോഷൻ എടുക്കും. എങ്ങനെ ഞാൻ മിണ്ടാതിരിക്കാനായിട്ട് നോക്ക്. നീ മിണ്ടാതെ റെസ്റ്റ് എടുത്താൽ മാത്രം മതി. ഗ്രേ ഇസേലിനെ സെർക്കനും കൂടെ നേരെ ഷാഡോ ഡഞ്ചനിലേക്ക് എത്തിച്ചേക്ക്. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. അടുത്ത സെക്കൻഡിൽ തന്നെ അവളുടെ പുറകിലേക്ക് നമ്മുടെ ഗ്രാങ്കയും പിപ്പയും വരും. പിപ്പ പേടിക്കേണ്ട ആർഷ, ഞാനത് ഓൾറെഡി മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒരു ഹ്യൂജായുള്ള കോസ്റ്റ് തന്നെ കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇനി എപ്പോൾ വേണമെങ്കിലും ആ ഗേറ്റ് എനിക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് എവിടെ വെച്ചാണെങ്കിലും കൊള്ളാം. താങ്ക്സ്. എങ്കിൽ ഗ്രാഗ പിപ്പ നിങ്ങൾ രണ്ടുപേരും ഫ്രോസ്റ്റിൻ്റെ പുറകെ പോക്കോ. അവൻ എന്തായാലും നമുക്ക് വേണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു ഗേറ്റാണ്. അവരും അവൻ്റെ പുറകെ പോയിട്ടുണ്ട്. ഡിനായെ, നിന്റെ പറച്ചിൽ വെച്ച് നോക്കാൻ നേരത്ത് നിനക്കും ഒരു സിസ്റ്റം കാണാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആ സിസ്റ്റം എൻ്റെ അച്ഛൻ ഷാഡോ മോണാർക്ക് ക്രിയേറ്റ് ചെയ്തതാണോ? ഒരിക്കലുമല്ല. എൻ്റെ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ നിന്നെക്കാട്ടും സുപ്പീരിയർ ആണ്. അതുകൊണ്ടല്ലേ ബാക്കിയുള്ള ഡിസൈൻ ഇവിടെ ഉണ്ടെന്ന് എൻ്റെ സിസ്റ്റം എന്നോട് പറഞ്ഞത് തന്നെ. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. എൻ്റെ അച്ഛൻ നിന്നെപ്പോലെ നായയ്ക്ക് ആ സിസ്റ്റം നൽകിയില്ലല്ലോ. അല്ല, നീ ഇവിടെ വീരവാദം മുഴുക്കേണ്ട സമയമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കമ്പാനിയൻസ് നിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അതെനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊള്ളാം, നീ നിന്റെ കമ്പാനിയൻസിനെ അവോയ്ഡ് ചെയ്യുവാണ്. അവരെ നീ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നിനക്കറിയാലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഒരിക്കലും അവരെ അബാൻഡൺ ചെയ്തതുമല്ല. ആൻഡ് അതിനു മുമ്പ് നീ നിന്നെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് സുഹോ പെട്ടെന്ന് ആർഷനെ ഫുൾ പവർ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ സിർക്ക പുള്ളിക്കാരുടെ കണ്ണ് തുറക്കുന്നുണ്ട്. ഇത് ഗ്രേ ആയിട്ട് ഇസേലിനെ അതേപോലെ സിർക്കനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് തന്നെ അവൻ്റെ ഫ്രണ്ടിൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു, പിപ്പയും ഗ്രാങ്കയും. ഇവർ രണ്ടുപേരും അല്ലേ എന്നെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് നോക്കിയത്. ആ സമയത്താണ് സിർക്കയ്ക്ക് ആ ഒരു പ്രസൻസ് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യമായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനനുസരിച്ചായിരിക്കും നീയൊക്കെ ജീവിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാനും പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേട്ടോളൂ. ആ താഴെ കിടക്കുന്ന ഡീമനെ ആ ഒരവസ്ഥയിലാക്കിയത് നിങ്ങളാണോ അല്ലയോ എന്നും ചോദിച്ചുകൊണ്ട് അമട്ടിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കിട്ടിലൻ ചാപ്റ്ററും അതേപോലെ തന്നെ സീസൺ 2ൻ്റെ ഫിനാലെ ഇവിടെ അവസാനിക്കുന്നത്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെയായിരുന്നു അവർ സീസൺ 2ൻ്റെ ഫിനാലെ അനൗൺസ് ചെയ്തത്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10-40 ചാപ്റ്ററോളം സാധാരണ കാണുന്നതാണ്. ഇത്തവണ എന്തോ പെട്ടെന്നായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ പോയാലും ഇനി മെയ് ജൂൺ ജൂലൈ ആകാതെ ഇതിൻ്റെ സീസൺ 3 നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അത് ലഭിക്കാൻ നേരത്ത് അപ്പോൾ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ.